ദ ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനത്തോടെ രൂപം കൊണ്ട RSSന് 100 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ ദ ക്രിട്ടിക് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും സംവിധായകനും ഫ്രീ തിങ്കറുമായ സജീവൻ അന്തിക്കാടാണ്. വാസ്തവത്തിൽ RSS രൂപീകരണത്തിന് ശേഷമുള്ള 100 വർഷത്തെക്കുറിച്ചല്ല സജീവൻ സംസാരിക്കുന്നത്, മറിച്ച് അതിനു മുമ്പത്തെ 100 വർഷത്തെക്കുറിച്ചാണ്. അതായത് RSS രൂപം കൊള്ളാൻ ഇടയായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലുണ്ടായിരുന്ന ഗർഭദാൻ എന്ന ആചാരത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഈ ടോക്ക് ആരംഭിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു ഹിന്ദുക്കൾക്കിടയിൽ. എന്നു മുതൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്താണ് ഇതൊരു വലിയ വിഷയമായി മാറിയത്. സംഭവം എന്താണെന്നും, ഉയർന്ന ജാതി ഹിന്ദു പുരുഷന്മാർ പിഞ്ചു കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായം, അതാണ് ഗർഭദാനം എന്ന ആചാരം. 10-35 വയസ്സ് പ്രായമുള്ളവർ 7-8 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ കെട്ടും. അങ്ങനെ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ. കല്യാണം കഴിച്ച് 16 ദിവസത്തിനകം ഈ പെൺകുഞ്ഞുമായി ഭർത്താവ് നിർബന്ധിത വേഴ്ചയിൽ ഏർപ്പെടണം. ഇതിനെയാണ് ഗർഭദാനം എന്ന് പറയുന്നത്. ഗർഭപാത്രം ദാനം ചെയ്യുക എന്നൊക്കെ പറയും. എന്നാൽ ഈ ഗർഭധാനത്തിന് 16 ദിവസത്തെ ഗ്യാപ്പൊന്നും ഭർത്താവ് കൊടുക്കില്ല. അയാൾ തൻ്റെ ആണത്തം ആദ്യ ദിവസം തന്നെ തെളിയിക്കണം, ഇല്ലെങ്കിൽ കുറച്ചിലാണ്. തൽഫലമായി ആദ്യ രാത്രി പല പെൺകുഞ്ഞുങ്ങളും അരക്കെട്ട് തകർന്ന് ഗുരുതരാവസ്ഥയിലെത്തി ചിലരൊക്കെ മരിച്ചു. ആചാരത്തിൻ്റെ മറവിൽ പെൺകുഞ്ഞുങ്ങളുടെ അരക്കെട്ട് തകർക്കുന്ന ഒരു ഭീകരമായ ആചാരം എന്നല്ലാതെ ഇപ്പോൾ ഇതിനെ ഒന്നും പറയാൻ പറ്റില്ല. ഇത് കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് ഒരു മാതാപിതാവിനും തോന്നിയില്ല, മറിച്ച് അവർക്ക് ഈ ആചാരം ഒരു പുണ്യപ്രവൃത്തിയായി തോന്നി. എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ എല്ലായിടത്തും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലായിടത്തും എല്ലാ അനാചാരങ്ങളെയും അത് ആചരിക്കുന്നവർ പുണ്യപ്രവൃത്തിയായി കരുതി പോന്നു. അതുകൊണ്ട് ഇന്ത്യയിലും അങ്ങനെ തന്നെയായി, നത്തിങ് സ്പെഷ്യൽ. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് തോന്നി ഇതെന്തൊരു മനുഷ്യത്വമില്ലാത്ത ക്രൂരതയാണ്. എന്നാൽ അവരിക്കാര്യത്തിൽ ഇടപെട്ട് എന്തെങ്കിലും പൊടുന്നനെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. മുമ്പ് അങ്ങനെ ഇടപെട്ട സമയത്തൊക്കെ അവർ പുലിവാലി പിടിച്ചിരുന്നു. ഉദാഹരണത്തിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സതി എന്ന ആചാരം, ഭർത്താവിനെ കത്തിക്കുന്ന ചിതയിലേക്ക് ഭാര്യയെ പിടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു ആചാരം. 1829 അവരത് നിർത്തലാക്കുന്നത്. അന്ന് നല്ല എതിർപ്പുണ്ടായതാണ്. അന്ന് വില്യം കാരി എന്ന ഒരു പള്ളിയിൽ അച്ഛനും ഇന്ത്യക്കാരനായ രാജാറാം മോഹൻ റായിയും വൈസ്രോയി ലോർഡ് ബാൻഡിക്കും ഒക്കെ കട്ടയ്ക്ക് നിന്ന് ഫോളോ അപ്പ് ചെയ്താണ് അതിൽ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞത്. അത് സോൾവായി പോയ ഒരു കേസാണ്. എന്നാൽ 1848 ബ്രിട്ടീഷുകാർ ഒരു ലാപ്സ് നിയമം കൊണ്ടുവന്നു. അതോടെ സീൻ വളരെ മോശമായി. ആ നിയമപ്രകാരം ഒരു നാട്ടുരാജ്യത്തിലെ രാജാവിന് മക്കളില്ലെങ്കിൽ ആ രാജാവിൻ്റെ രാജ്യം ലാപ്സായി പോകും. ആ രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കും. അത് ഇവിടുത്തെ രാജാക്കന്മാർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർ തുടർ പ്രക്ഷോഭങ്ങൾ തന്നെ രാജാക്കന്മാരിൽ നിന്നും ഉണ്ടായി. ആ ടെൻഷൻ നിലനിൽക്കുമ്പോഴാണ് വിധവകൾക്ക് വിവാഹം കഴിക്കാമെന്ന നിയമം കൂടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അതോടെ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദു റോയൽസും മുസ്ലിം റോയൽസും അവർക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധിയായി. പിന്നെ കാണുന്നത് നമ്മൾ പൊരിഞ്ഞ യുദ്ധമാണ് കാണുന്നത്. 1857 നടന്ന ആ യുദ്ധത്തെ ശിപ്പായി കലാപം എന്ന് പറയുന്നു. പലരും അതിനെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയാറുണ്ട്. ചരിത്രത്തിൽ നീതിയില്ല എന്നതിൻ്റെ ഒരു തെളിവ് മാത്രമാണത്. കാരണം ഇന്നത്തെ നമ്മുടെ ആധുനിക മൂല്യങ്ങളെ അളവുകോലാക്കി നമ്മൾ നിരീക്ഷിച്ചാൽ അതൊരു തനി പിന്തിരിപ്പൻ കലാപമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഇത്തിരി കഷ്ടപ്പെട്ടു. എങ്കിലും അവർ അവസാനം കലാപകാരികളെ ഒതുക്കി ഇന്ത്യയെ വീണ്ടെടുത്തു. പക്ഷേ ഭരണം അടിമുടി ചേഞ്ചായി. അതുവരെ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ബ്രിട്ടൻ പറഞ്ഞു, നിങ്ങളുടെ ഭരണം മതി, നിർത്തിക്കോ, ഞങ്ങളിനി ഇന്ത്യ നേരിട്ട് ഭരിച്ചോളാം. അന്ന് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയിലെ എല്ലാ മതപ്രമാണിമാർക്കും ഒരു ഉറപ്പ് കൊടുത്തു, ഇന്ത്യക്കാരുടെ മതാചാരങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുകയില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. പക്ഷേ ആ വാക്ക് പാലിക്കാൻ അവർക്ക് പറ്റിയില്ല. കാരണം മതാചാരങ്ങളുടെ പേരിൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, താഴ്ന്ന ജാതിക്കാർ പീഡിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആരാണ് ഈ ദുർബലരായ മനുഷ്യരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് ബ്രിട്ടീഷുകാർ നോക്കുമ്പോൾ കാണുന്നത് ജാതി കൊണ്ട് തീർത്ത തട്ടായ ഒരു സമൂഹമാണ്. അവിടെ ബ്രാഹ്മണർക്കാണ് പ്രിവിലേജ്, അതിന് താഴെയുള്ള തട്ടിൽ യുദ്ധക്കൊതിയന്മാരുണ്ട്, അതിലും താഴെയുള്ള തട്ടിൽ കച്ചവടക്കാരുണ്ട്. ഇങ്ങനെ പോകുന്നു ആ പ്രിവിലേജുകൾ.
ഈ പ്രിവിലേജുകൾ മൂലം ഇവരൊന്നും കുറ്റം ചെയ്താൽ പോലും ശിക്ഷിക്കാൻ പറ്റില്ല. ഇവരിൽ തന്നെ ബ്രാഹ്മണരെ തൊടാൻ പറ്റില്ല. കാരണം അവർ കൊല ചെയ്താൽ പോലും തിരിച്ച് ഒരു വധശിക്ഷ അങ്ങനെ അവർ നേരിടേണ്ടി വരുന്നില്ല. ഇതുമൂലം ഇവന്മാരുടെ മൊത്തം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ കൂടിക്കൂടി വന്നു. ഇത് ശരിയല്ല. ഈ തട്ടും പ്രിവിലേജും വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ത്യക്കൊരു ക്രിമിനൽ കോഡ് വേണം. എല്ലാവർക്കും ബാധകമായ കുറേ നിയമങ്ങൾ ഇവിടെ വേണം. അതിനായി 1860 ഒക്ടോബർ 6 അവർ ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന IPC കൊണ്ടുവന്നു. 1862 ജനുവരി 1 ആ നിയമങ്ങൾ അവർ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അതിൽ അവരൊരു പ്രത്യേക വകുപ്പ് കൊണ്ടുവന്നു. അതാണ് 375 വകുപ്പായ ബലാത്സംഗം. അതിൽ കൃത്യമായൊരു കാര്യം പറഞ്ഞു. ഒരു പെൺകുട്ടിയുമായി സെക്സിൽ ഏർപ്പെടുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 10 വയസ്സാണ്. 10 വയസ്സിൽ കുറഞ്ഞ പെൺകുട്ടിയുടെ അരക്കെട്ട് തകർക്കുന്നത് അതിക്രൂരമായ ബലാത്സംഗമാണ്. ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകത അത് എല്ലാ ജാതിക്കാർക്കും ഒരേപോലെ ബാധകം ആയിരുന്നു. ബ്രാഹ്മണർക്കും ബാധകം. അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ അപൂർവമായിട്ടാണ് ഉണ്ടാകുക. ഈ നിയമം ഉണ്ടായപ്പോൾ ബ്രാഹ്മണർക്കും മറ്റു ഉയർന്ന ജാതിക്കാർക്കും അവരുടെ ബ്ലോക്കിൽ നിന്ന് കരച്ചിലും പല്ലുകടിയും ഒക്കെ വന്നു. എങ്കിലും അവർ അക്രമങ്ങൾക്കൊന്നും തുനിഞ്ഞതായി കാണുന്നില്ല. കാരണം 1857 കലാപത്തിൻ്റെ ക്ഷീണം മാറി വരുന്നതേ ഉള്ളൂ. 57 കഴിഞ്ഞ് 5 വർഷമല്ലേ 62 ആവാൻ വേണ്ടോ? പിന്നെ 10 വയസ്സ് വരെയല്ലേ കാക്കേണ്ടതുള്ളൂ. 10 വയസ്സായാലും അരക്കെട്ടടിച്ച് തകർത്താൽ പോരെ എന്നോർത്ത് അവർ സഹിച്ചു. എങ്കിലും ഉള്ളിൽ ക്രോധം ജ്വലിച്ചു നിന്നു. അവർ പരിഭവം കൊണ്ട് പറഞ്ഞു, ഇത് ശരിയല്ല. ഇന്ത്യക്കാരുടെ മതാചാരങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുകയില്ല എന്ന് രാജ്ഞി കൊടുത്ത ഉറപ്പാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കാലം കുറേ മുന്നോട്ട് പോയി. അതോടൊപ്പം ഇന്ത്യക്കാരുടെ ഈ സാമൂഹ്യ ജീവിതത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലും കയറി വന്നു. സവർണർക്കുള്ള പല പ്രിവിലേജുകളും നഷ്ടപ്പെടാൻ തുടങ്ങി. ഏറ്റവും വലിയ പ്രശ്നമായത് ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ നയങ്ങളാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇംഗ്ലീഷ് സ്കൂളുകൾ തുടങ്ങി. അവിടെ എല്ലാവർക്കും, ദളിതർക്കടക്കം അല്ലെങ്കിൽ പിന്നോക്കക്കാർക്കൊക്കെ പ്രവേശനം കൊടുത്തു. ഉദാഹരണത്തിന് പൂനെയിലെ സ്കോട്ടിഷ് മിഷണറി സ്കൂൾ, അവിടെ ശൂദ്രനും ദളിതനും പിന്നോക്കക്കാരനൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ കിട്ടിയവർക്ക് ജോലി കിട്ടും. ആ ജോലി നോക്കി പോയാൽ പോരെ. അതല്ല പക്ഷേ ഉണ്ടായത്. അവർ രാജ്യം നന്നാക്കാൻ പോയി. ഉദാഹരണത്തിന് അവിടെ പഠിച്ച ജ്യോതിറാവ് ഫൂലെ എന്ന ഒരു ശൂദ്രൻ, അയാൾ ജാതി വ്യവസ്ഥയ്ക്കെതിരെ വലിയ ഒരു സംഘടന തന്നെ ഉണ്ടാക്കി, സത്യശോധക് സമാജ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രി അതിലും കുഴപ്പക്കാരിയായിരുന്നു. ഇവർ രണ്ടുപേരും ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഫൂലോയുടെ അച്ഛൻ വളരെ വയലൻ്റ് അവരെ ആ ദമ്പതികളെ വീട്ടിൽ നിന്നും പിടിച്ച് പുറത്താക്കി. അപ്പോൾ അവർക്ക് അഭയം കൊടുത്തത് ഒരു മുസ്ലിം കുടുംബമായിരുന്നു, ഒരു ഷേഖിൻ്റെ കുടുംബം. ആ ഷേഖിൻ്റെ മോളായിരുന്നു ഫാത്തിമ. ഈ ഫാത്തിമയും സാവിത്രിയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ആ പെൺകുട്ടികൾ അവർ തന്നെ കൃത്യമായി അക്ഷരം പഠിച്ചു. പിന്നെ നാട്ടിലെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അതാണ് ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടായ ആദ്യത്തെ സ്കൂൾ എന്നൊക്കെ നമ്മൾ ഒരു അലങ്കാരത്തിന് പറയുന്നതാണ്. ആക്ച്വലി അത് ആ ഷെയ്ഖിൻ്റെ വീട് തന്നെയായിരുന്നു. ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ആദ്യമായി സ്കൂൾ ഉണ്ടായതൊരു മുസ്ലിം കുടുംബത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർഷഭാരത സംസ്കാരവാദികൾക്ക് അങ്ങനെ സഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ സത്യം അതാണ്. അന്നത്തെ നിലയ്ക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. താഴ്ന്ന ജാതിക്കാരുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട, പട്ടികക്കാരുടെ കാര്യം പ്രത്യേകിച്ച് പരാമർശിക്കുകയും വേണ്ടല്ലോ. എന്നിട്ട് പോലും ബ്രാഹ്മണരുടെ ജാതി വ്യവസ്ഥയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. സർക്കാർ വിദ്യാലയങ്ങളിലും എല്ലാ ജാതിക്കാർക്കും പ്രവേശനം അനുവദിച്ചിരുന്നു. പക്ഷേ അത് സവർണർക്ക് അതൊരു വിഷയമേ ആയില്ല. കാരണം അവിടുത്തെ പ്രധാന അധ്യാപകരെല്ലാം ഉയർന്ന ജാതിക്കാരായിരുന്നു. അതുകൊണ്ട് താഴ്ന്ന ജാതിക്കാർ സ്കൂളിൻ്റെ പടി പോലും കയറ്റാതെ നോക്കാൻ അവർക്ക് പറ്റി. പക്ഷേ ഈ ക്രിസ്ത്യൻ സ്കൂളുകൾ എന്ത് ചെയ്യും? അവർ മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കുന്നില്ല. എന്താ അവരെ പ്രശ്നം? ആക്ച്വലി ദൈവങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നമാണത്. ഹിന്ദുക്കളുടെ ദൈവം പറഞ്ഞത് മനുഷ്യർ ജനിക്കുന്നത് വിരാട് പുരുഷനിൽ നിന്നാണെന്നാണ്. പ്രപഞ്ചത്തിൻ്റെ ആധാരമായ 1000 കണ്ണുകളും 1000 തലകളും ഒക്കെയുള്ള ഒരു പുരുഷൻ. ചിലർ ആ പുരുഷൻ്റെ മുഖത്ത് നിന്നും, ചിലർ കൈകളിൽ നിന്നും, ചിലർ തുടകളിൽ നിന്നും ഒക്കെ ജനിച്ചു. ചിലരാണെങ്കിൽ കാലുകളിൽ നിന്നാണ് ജനിച്ചത്. ഈ 4ലും പെടാത്ത ഒരുപാട് പേർ വേറെയും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആർക്കാണ് ജനിച്ചത്? അവരവരുടെ തന്തയ്ക്കും ജനിച്ചു എന്നാണ് പെരിയാർ EV രാമസ്വാമി പണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ കാലിൽ നിന്ന് ജനിച്ചവരും അല്ലെങ്കിൽ ജനിച്ചവർക്കും സ്വന്തം തന്തയ്ക്ക് ജനിച്ചവർക്കും വിദ്യാഭ്യാസത്തിന് അർഹതയില്ല എന്നാണ് ഹിന്ദുക്കളുടെ ദൈവം പറഞ്ഞത്. എന്നാൽ ക്രിസ്ത്യാനികളുടെ ദൈവം പറഞ്ഞത് ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാ ആത്മാക്കളും സമന്മാരാണ് എന്നാണ്. ഈ കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതുകൊണ്ട്
താഴ്ന്ന ജാതിക്കാരെ പഠിപ്പിക്കുന്നതിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ പുറകോട്ട് പോയില്ല. ബ്രിട്ടീഷുകാരും മിഷണറിമാരും വിദ്യാഭ്യാസത്തിലാണ് ഈ ചതി ആദ്യം ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ആ ചതി പിന്നെ ജോലിക്കാര്യങ്ങളിലും പ്രതിഫലിച്ചു. ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ഓരോ വ്യക്തിയെയും അന്ന് ഇംഗ്ലീഷുകാർ ജോലിക്ക് വെച്ചു. അത് ഗുമസ്തപ്പണിക്ക്. ഉദ്യോഗാർത്ഥിയുടെ ജാതി ഏതാണെന്ന് അവർ ചോദിച്ചില്ല, മതം ഏതാണെന്ന് ചോദിച്ചില്ല, ദൈവം ഏതാണെന്ന് ചോദിച്ചില്ല. ഇത് ഏറ്റുപിടിക്കാൻ കേരളത്തിൽ പിന്നീട് ഒരു ആളുണ്ടായതായി നമുക്ക് കാണാം, ശ്രീനാരായണ ഗുരു. ബ്രിട്ടീഷുകാരാണ് എനിക്ക് സന്യാസം തന്ന ഗുരുക്കന്മാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ അതിൻ്റെ കാരണം? ബ്രിട്ടീഷുകാർ ജാതി ചോദിച്ചിരുന്നില്ല, മതം ശ്രദ്ധിച്ചിരുന്നില്ല, ദൈവം ഏതെന്ന് നോക്കിയിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ജോലിയിലും വിദ്യാഭ്യാസത്തിലും ബ്രിട്ടീഷുകാർ സവർണ ജാതിക്കാരെ ചതിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ, നമ്മൾ നാളെയും കാണണ്ടേ എന്ന് സ്വയം ഉരുവിട്ട് അവർക്ക് സങ്കടം പിടിച്ചിരിക്കുന്ന സമയത്താണ് ഇതിനൊക്കെ കടത്തി വെട്ടുന്നൊരു വമ്പൻ ചതി ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദി സ്പെഷ്യൽ മാരേജ് ആക്ട് ഓഫ് 1872, 1872 സ്പെഷ്യൽ മാരേജ് ആക്ട്. ഈ ആക്ട് പ്രകാരം വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർക്കും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർക്കും വിവാഹം കഴിക്കാൻ പറ്റി. വിവാഹം കഴിക്കുന്ന വ്യക്തി ജനിച്ച മതത്തെ തള്ളിപ്പറയണം, അത്രയേ ഉള്ളൂ. അതോടെ നാട്ടിലെ യുക്തിവാദികൾക്കും നാസ്തികർക്കും ബ്രിട്ടീഷുകാർ ഗുരുക്കന്മാരായി. ഹൈന്ദവ പണ്ഡിതർ ഇതിലൊക്കെ കണ്ട കുഴപ്പം എന്താണ്? ജാതികൾ തമ്മിൽ കൂടിക്കലരുന്നു. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ പരസ്പരം തൊടാനിടയാകും, സ്നേഹിക്കാനിടയാകും. അത് ആണും പെണ്ണുമാണെങ്കിൽ രക്തങ്ങൾ തമ്മിൽ കൂടിക്കലരും. അതോടെ ശുദ്ധി എന്ന് പറഞ്ഞ സാധനം നശിച്ചു കഴിഞ്ഞു. രക്തശുദ്ധി ഇല്ലാതായാൽ ധർമ്മം നശിച്ചു, ധർമ്മം നശിച്ചാൽ ഭാരതം നശിച്ചു, ഭാരതം നശിച്ചാൽ ലോകം നശിച്ചു. അതാണ് ബുക്കുകളും പൂർവികരും പറയുന്നത്. ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കാനാണ് 3 ശുദ്ധങ്ങൾ ഹിന്ദുക്കളുടെ ദൈവങ്ങൾ ഉപദേശിച്ചത്. ഒന്നാമത്തേതാണ് അയിത്തം. ജാതി നോക്കി വേണം ആളുകളോട് അടുക്കാൻ. ഒരു താഴ്ന്ന ജാതിക്കാരനെ മേൽജാതിക്കാരൻ തൊടാൻ പാടില്ല, അയാളുള്ള ഏരിയയിൽ പോലും പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ശുദ്ധം പോകും. രണ്ടാമത്തേത് കുലത്തൊഴിൽ. ഓരോ ജാതിക്കും ഓരോ തൊഴിലുണ്ട്, ഓരോ കർമ്മങ്ങൾ. മറ്റൊരു കർമ്മവും തൊഴിലും അയാൾ ചെയ്യാൻ പാടില്ല, ചെയ്താലും ശുദ്ധം പോകും. മൂന്നാമത്തേത് സ്വജാതി വിവാഹം. ഒരു ജാതിയിൽപ്പെട്ടവർ ആ ജാതിയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം. ഒരിക്കലും രക്തങ്ങൾ തമ്മിൽ കൂടിക്കലരാൻ പാടില്ല, അങ്ങനെ കലർന്നാലും ശുദ്ധം പോകും. ബ്രിട്ടീഷുകാർക്ക് ഇത് കേട്ടപ്പോഴേ കോമഡിയായിരുന്നു. അവർ ഈ 3 ശുദ്ധങ്ങളെയും മൈൻഡ് ചെയ്തില്ല. തന്മൂലം ജാതികൾ തമ്മിൽ കൂടിക്കലരാൻ തുടങ്ങി. പല സ്കൂളുകളിലും പല ജാതിയിൽ നിന്നുമുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി. സർക്കാർ ഓഫീസുകളിൽ എല്ലാ ജാതിക്കാരും ഒരുമിച്ച് ഗുമസ്തപ്പണി ചെയ്യാൻ തുടങ്ങി. ധർമ്മം മൊത്തം നശിച്ചു. ബ്രാഹ്മണർക്ക് പോലും ജീവിക്കാൻ വേണ്ടി മറ്റു കുലങ്ങളുടെ ജോലികൾ ചെയ്യേണ്ടി വന്നു. ജീവിക്കാൻ വേണ്ടി മുടിവെട്ടാൻ വരെ പോയ ബ്രാഹ്മണരുണ്ട് എന്നാണ് പറയുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം സുഹൃതക്ഷയവും ധർമ്മനാശവും വേറെ വരാനില്ല. ബ്രാഹ്മണന് അഭിവൃദ്ധി ഉണ്ടായാൽ ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഭാരതം ലോകത്തിന് കൊടുത്ത ആപ്തവാക്യം. ഗോ ബ്രാഹ്മണ്യഭ ശുഭമസ്തു നിത്യം. പശുക്കൾക്കും ബ്രാഹ്മണർക്കും എപ്പോഴും നന്മ ഉണ്ടാകട്ടെ, ശുഭമുണ്ടാകട്ടെ. അപ്പോൾ ലോകോ സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ ബ്രാഹ്മണർക്ക് സുഖമുണ്ടാകുകയാണെങ്കിൽ ലോകത്തിലെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് ബുക്കുകൾ അനുശാസിക്കുന്ന ഭാരതത്തിലാണ് ബ്രാഹ്മണൻ ബുദ്ധിമുട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ധർമ്മം നശിച്ചു, നാമാവശേഷമായി എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. എവിടുന്നോ ചിലർ കയറി വന്ന് ധർമ്മം നശിപ്പിക്കുമ്പോൾ അയ്യോ ധർമ്മം നശിക്കുന്നേ എന്നും പറഞ്ഞ് വിലപിക്കുകയാണോ ഉശിരുള്ള ഭാരത മക്കൾ ചെയ്യേണ്ടത്? അതോ ധർമ്മം നശിപ്പിച്ചവരെ ഓടിപ്പിക്കുകയോ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനർഭവതി ഭാരത. ഹേ അർജുൻ ഭായ്, എപ്പോഴൊക്കെ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുന്നുവോ അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മനം സൃജാമ്യഹം. അധർമ്മം ഉയർന്നു വരുമ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവതരിക്കുന്നു. പുസ്തകങ്ങളും പൂർവികരും ഈ പ്രക്രിയയെ വിശേഷിപ്പിക്കുന്നത് ധർമ്മ സംസ്ഥാപനം എന്നാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം. സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ നശിപ്പിക്കാനും. ആരാണ് ഈ സജ്ജനങ്ങൾ? സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അവരാണ് സജ്ജനങ്ങൾ. അപ്പോൾ ആരാണ് ദുഷ്ടന്മാർ? അങ്ങനെയല്ലാത്തവരൊക്കെ ദുഷ്ടന്മാർ.
ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, ധർമ്മം പുനഃസ്ഥാപിക്കാനും പിന്നെ ഞാൻ യുഗം തോറും അവതരിക്കുന്നത് തന്നെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതിങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കും. എന്താണ് സംഗതി? ദൈവം വരുന്നു, ധർമ്മ സംസ്ഥാപനം നടത്തുന്നു, പിന്നെ വീണ്ടും ധർമ്മം നശിക്കുന്നു, വീണ്ടും ദൈവം വരുന്നു, വീണ്ടും ധർമ്മ സംസ്ഥാപനം നടത്തുന്നു, വീണ്ടും ധർമ്മം നശിക്കുന്നു, ദൈവം വീണ്ടും വരുന്നു, ധർമ്മ സംസ്ഥാപനം വീണ്ടും നടത്തുന്നു. ടി വി സ്കിറ്റിൽ സാധാരണ കാണാറുള്ള ഒരു ഡയലോഗ് പോലെ, ചെല്ലുന്നു, ബൾബ് മാറ്റിയിടുന്നു, ചായ കുടിക്കുന്നു, പോകുന്നു. ചെല്ലുന്നു, ബൾബ് മാറ്റിയിടുന്നു, ചായ കുടിക്കുന്നു, പോകുന്നു. അതുപോലെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എപ്പോഴൊക്കെ ജാതി വ്യവസ്ഥയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ടോ അപ്പോൾ അതിലിടപെട്ട് അത് പഴയ പോലെ അതിനെ പുനഃസ്ഥാപിക്കുന്ന ആളാണ് ഭഗവാൻ. അതാണ് ഈ ധർമ്മ സംസ്ഥാപനം. ബ്രാഹ്മണൻ്റെ ചൊൽപ്പടിയിൽ നിന്നും പോയ അധികാരത്തെ തിരിച്ചു പിടിച്ച് ബ്രാഹ്മണൻ്റെ ചൊൽപ്പടിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആരും ഭഗവാനാണ്. ഹിന്ദു പുരാണങ്ങളിൽ ആ ഭഗവാൻ അവർ കൊടുത്തിട്ടുള്ള പദവിയുടെ പേരാണ് വിഷ്ണു. ഞാൻ വിഷ്ണുവാണ് എന്ന് പറഞ്ഞ് ഒരാൾ അവതരിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ബ്രാഹ്മണരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി അധികാരം ബ്രാഹ്മണൻ്റെ ചൊൽപ്പടിയിൽ സമർപ്പിക്കുമ്പോഴാണ് ഇവൻ വിഷ്ണു ആയിരുന്നു അല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കലിയുഗമാണ്. ഈ യുഗത്തിൽ ധർമ്മത്തിന് മാത്രമല്ല ക്ഷയം വരുന്നത്. ബന്ധങ്ങളിൽ മാറ്റം വരും, ആചാരങ്ങളിൽ മാറ്റം വരും, ആയുസ് കുറയും. വിഷ്ണു കിഴക്കുന്ന് വരും, പടിഞ്ഞാറുന്ന് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ വടിയായി ചത്തുപോയേയുള്ളൂ. ഇത് കലിയുഗമാണ്. ധർമ്മം പുനഃസ്ഥാപിക്കാനായി അവനവൻ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ട ഒരവസ്ഥയാണ്. ഓരോ ബ്രാഹ്മണനും വിഷ്ണുവായി മാറണം, ഓരോ ക്ഷത്രിയനും വിഷ്ണുവായി മാറണം. ഈ ഒരു ചിന്ത ഉയർന്ന ജാതികൾക്കുള്ളിൽ കിടന്ന് പുകഞ്ഞു തുടങ്ങി. ബ്രിട്ടീഷുകാരെ അവർ വെറുത്തു. അവരുടെ കുടുംബങ്ങളിലെ കുട്ടികളിലേക്ക് അവർ അത് ഇഞ്ചക്റ്റ് ചെയ്തു. ആ കുട്ടികൾ ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പുമായി വളർന്നു വന്നു. അവരിൽ പലരും വിഷ്ണുവായി അവതരിപ്പിക്കാൻ വെമ്പൽ കൊണ്ടു. അക്കാലത്ത് അതിൽ കരിമരുന്നിട്ട് ജ്വലിപ്പിക്കാൻ പാകത്തിലൊരു ദാരുണ സംഭവം ബംഗാളിൽ നടക്കുകയാണ്. 1889 ഒരു സാധാരണ രാത്രി ബംഗാളിലെ ഒരു വീട്ടിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഫൂൽമണിദാസ് എന്ന പെൺകുട്ടി അരക്കെട്ട് തകർന്ന് അതിക്രൂരമായി കൊല്ലപ്പെട്ടു. കൊലപാതകി അവളുടെ ഭർത്താവ് തന്നെയായിരുന്നു. 35 വയസ്സുകാരനായ ഹരിചരൺ മൈതി വെറും 10 വയസ്സുള്ള ആ പിഞ്ചു ബാലികയുടെ അരക്കെട്ടിൽ നടത്തിയ ആണത്ത പ്രകടനം, ഗർഭധാനം, യോനിയിൽ നിന്നുണ്ടായ രക്തസ്രാവത്തെ ആർക്കും പിടിച്ചു നിർത്താനായില്ല. ഫുൽമണി എന്ന കൊച്ചു പെൺകുട്ടി 13 മണിക്കൂറിന് ശേഷം മരിച്ചു എന്നല്ല നമ്മൾ പറയേണ്ടത്, ബലാത്സംഗത്താൽ കൊല്ലപ്പെട്ടു. ഹരിമാറ്റിസം എന്നാണ് അന്നത്തെ പത്രങ്ങൾ ഇതിനെ പറഞ്ഞത്. ഈ വാർത്ത അന്നുള്ള പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ മൗത്ത് ടു മൗത്തിലൂടെ രാജ്യം മുഴുവൻ പരന്നു. ഇന്ത്യയിൽ അക്കാലത്ത് ഇംഗ്ലീഷുകാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ആ ഭരണത്തിലൂടെ ഒരു ചെറിയ മിഡിൽ ക്ലാസ് ഉയർന്നു വന്നിരുന്നു. അവർക്ക് ഈ വിഷയത്തിൽ ധാർമ്മിക രോഷമുണ്ടായി. അവർ പ്രതിഷേധിച്ചു. അന്ന് ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ലാൻസ്ഡൗൺ ആണ്. അദ്ദേഹത്തിന് ഈ വാർത്ത കേട്ട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറച്ചുകൂടി ഉയർത്താൻ അദ്ദേഹം തീരുമാനിച്ചു. IPCയുടെ സെക്ഷൻ 376 ബലാത്സംഗം. അതിലൊരു ഭേദഗതി കൊണ്ടുവരണം. അദ്ദേഹം അക്കാര്യം സർ ആൻഡ്രൂ സ്കോബിൾ എന്നൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. അങ്ങനെ 1891 മാർച്ച് 19 പുതിയ ഒരു വിവാഹ നിയമമുണ്ടായി. ആ നിയമപ്രകാരം ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം പുലർത്താനുള്ള പ്രായപരിധി 10 നിന്നും 12 ആക്കുന്നുള്ളൂ. ഈ നിയമം അത് മതനിരപേക്ഷമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ തദ്ദേശീയ സമൂഹങ്ങൾക്കും അത് ബാധകമായിരുന്നു. ഈ നിയമം ശരിക്കും ഒരു കരിമരുന്ന് പ്രയോഗമായി മാറുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉയർന്ന ജാതി ഹിന്ദുക്കളായ ബ്രാഹ്മൺ ബോയ്സ് പിന്നീട് കുറേ കാലം നടത്തിയ സ്വാതന്ത്ര്യ സമരമൊക്കെ ആരംഭിക്കുന്നത് ഈ നിയമം വന്നതിന് ശേഷമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഭ്രാന്തെടുത്തിരിക്കുന്ന ബ്രാഹ്മണ്യമായിരുന്നു അന്നുണ്ടാകുന്നത്. അവർ അന്ന് കിട്ടാവുന്ന മാധ്യമങ്ങൾ വെച്ച് ഈ നിയമത്തിനെതിരെ അലറാൻ തുടങ്ങി. അന്ന് 25 വയസ്സായിരുന്നു ബാലഗംഗാധര തിലകന്. ആ ബ്രാഹ്മണ യുവാവിനും ഒരു പത്രമുണ്ടായിരുന്നു, കേസരി. അദ്ദേഹം കേസരിയിലൂടെ ഇങ്ങനെ ആഞ്ഞടിച്ചു: മതപരമായ ആചാരങ്ങളിൽ സർക്കാർ ഇടപെടരുത്. വിവാഹപ്രായം പോലുള്ള വിഷയങ്ങൾ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളുടെ പരിധിയിലാണുള്ളത്. ബ്രിട്ടീഷുകാർക്ക് അതിൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള മൗലിക അവകാശമില്ല. ബ്രിട്ടീഷ് ഭരണകൂടം ഈ നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ പുരുഷന്മാരെ ക്രൂരമായി ചിത്രീകരിക്കാനായാണ്.
ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ ഞങ്ങൾ എന്തും ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ എന്നതായിരുന്നു ഹിന്ദു ബ്രാഹ്മണരുടെ പ്രധാന ന്യായം എന്ന് വേണമെങ്കിൽ പറയാം. വന്ദേമാതരം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന ബ്രാഹ്മണനും തിലകനെ പിന്തുണച്ചു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ എന്ന ബ്രാഹ്മണന് അന്ന് 30 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ആക്ട് ഹിന്ദു സംസ്കാരത്തിനെതിരായ സാമ്രാജ്യത്വ ആക്രമണമാണ് എന്നാണ്. മാത്രമല്ല ഇത് ക്രിസ്ത്യൻ മിഷണറിമാർക്കും പാശ്ചാത്യ മൂല്യങ്ങൾക്കും ഇന്ത്യയിൽ കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കും. അന്നത്തെ ബംഗാളിൽ നിന്നുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു റോമേഷ് ചന്ദർ മിത്തർ. പുള്ളി 1801 ജനുവരി 9 കൽക്കത്തയിലെ ഗവർണർ ജനറലിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെന്ന് ബില്ലിനെ എതിർത്തതായി രേഖയുണ്ട്. ഈ 3-4 ബ്രാഹ്മണർ മാത്രമല്ല, ഭൂരിപക്ഷം ഉയർന്ന ജാതി ഹിന്ദുക്കളും തിലകനൊപ്പം നിലകൊണ്ടു. എന്നാൽ ഇന്ത്യയിൽ ഇവർ മാത്രമായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നത്. പ്രത്യാശയുടെ പൊന്തിരികളും ആ ഇരുട്ടിൽ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ പ്രബുദ്ധത, സഹോദര്യം എന്നീ വാക്കുകൾ പരിചയിച്ച കുറച്ചു പേർ അവർ ഈ അരക്കെട്ടടിച്ച് തകർക്കലിനെ എതിർത്തു. ബ്രഹ്മസമാജമുണ്ടായിരുന്നു, കേശവ ചന്ദ്രസേനെ പോലുള്ള നേതാക്കളുണ്ടായിരുന്നു. പിന്നീട് ഗാന്ധിയുടെ മെൻഡറായി മാറിയ ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ടായിരുന്നു. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ബാലവിവാഹം നിർത്തലാക്കണം. മറ്റൊരാളായിരുന്നു മലബാറുമായി കച്ചവട ബന്ധമുണ്ടായിരുന്ന കവി ബഹ്റാംജി മലബാറി. ഇതോടൊപ്പം പ്രമുഖ നഗരങ്ങളിലെ മഹിളാ സമൂഹം, കുറച്ചുള്ളൂ എങ്കിലും അവർ ഈ നിയമത്തിനൊപ്പം നിന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. 2 പേരെ നമ്മൾ പേരെടുത്ത് പറയണം. ഒന്നാമത്തെയാൾ പണ്ഡിത രമാബായി, സംസ്കൃതം പഠിച്ച് പണ്ഡിത എന്ന പദവി സമ്പാദിച്ച ആദ്യത്തെ വനിതയാണ്. അതുപോലെ രുക്മാബായി, ശൈശവത്തിൽ വിവാഹം കഴിച്ചു കൊടുത്തിട്ടും ഭർത്താവിനൊപ്പം പോകാതെ കോടതിയിൽ കേസിന് പോയ സ്ത്രീ. ഈ ആക്ട് മുസ്ലിം സമുദായത്തിലും പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതായി നമുക്ക് കാണാം. മുസ്ലിം സമുദായത്തിൽ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു. അതാണ് ശരീഅത്ത് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ സയ്യദ് അഹമ്മദ് ഖാനെ പോലുള്ള ചിലർ അവിടെയും ഉണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തെ എഴുത്തും വായനയും പഠിപ്പിച്ചു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സയ്യദ് അഹമ്മദ് ഖാനൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം ബഹുഭാര്യത്തിനെതിരായിരുന്നു, ബാലവിവാഹത്തിനെതിരായിരുന്നു, അതിനൊക്കെ എതിരായിരുന്നു. 1875 തന്നെ ഈ മുഹമ്മദ് ഖാൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്ന് പറഞ്ഞ കോളേജ് സ്ഥാപിച്ച കക്ഷിയാണ്. ആ കോളേജാണ് ഇന്നത്തെ അലിഗഡ് യൂണിവേഴ്സിറ്റി. സത്യത്തിൽ പുരോഗമനകാരികൾ വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് സ്ട്രോങ് കുറവായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ അവരൊപ്പം സ്ട്രോങ് ആയി നിന്നു. അരക്കെട്ട് തകർക്കൽ അവസാനിപ്പിച്ച് തീരൂ എന്നുറപ്പിച്ച് തന്നെയാണ് അവർ ആ നിയമം കൊണ്ടുവന്നിരുന്നത്. അവർക്ക് മുൻ അനുഭവങ്ങൾ ഓർമ്മയില്ലാതെയല്ല, നല്ല ഓർമ്മയുണ്ടായിരുന്നു. സതി നിരോധിച്ചപ്പോൾ ആ സ്ത്രീകളെ കൊണ്ട് തന്നെ സതി വേണമെന്ന് പറയിപ്പിച്ചവരാണ് ഇന്ത്യയിലെ ബ്രാഹ്മണർ. അതവർക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. 1857 കലാപവും അവർ ഓർമ്മിച്ചു. അതുപോലൊന്നും ഇനി ആവർത്തിക്കരുത്, എന്നാൽ നിയമം നടപ്പാക്കുകയും വേണം. അവർ ഈ ബില്ലിനെ ഒരു 15-അംഗ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. പ്രതിഷേധങ്ങൾ കുറയ്ക്കാൻ ഇന്നും നമ്മൾ ചെയ്യുന്ന അതേ കലാപരിപാടി. ഈ കമ്മിറ്റിയിൽ 4 പേർ ഇന്ത്യക്കാരായിരുന്നു, 2 സവർണ ഹിന്ദുക്കളും 2 സവർണ മുസ്ലിങ്ങളും. ഇത് പോരാതെ ഈ ബില്ലിനെതിരെ വന്ന വിമർശനങ്ങൾ പഠിക്കാൻ മറ്റൊരു കമ്മിറ്റിയെയും വെച്ചു. അങ്ങനെ പൊതുസമ്മതി ഉണ്ടെന്ന് വരുത്തി ആ നിയമം അങ്ങ് നടപ്പിൽ വരുത്തുകയായിരുന്നു. അന്ന് ബംഗോബാസി എന്ന പേരിലൊരു പ്രാദേശിക വാരിക ബംഗാൾ ഉണ്ടായിരുന്നു. അവർ ഈ നിയമത്തിനെതിരെ ആഞ്ഞടിച്ചു. 5 ലേഖനങ്ങളാണ് അവർ പ്രസിദ്ധീകരിച്ചത്. അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളോട് കലാപം ചെയ്യാൻ അവർ ആഹ്വാനം ചെയ്തു. ഇതായിരുന്നു അവർ പ്രയോഗിച്ച വാചകങ്ങൾ. കൃത്യമായി പറയുകയാണ്, ഹിന്ദു നാഗരികതയും ഹിന്ദു മതവും നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. തോക്കിൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച് ബ്രിട്ടീഷുകാർ ഹിന്ദുവിനെ അപമാനിക്കുന്നു. പെൺകുട്ടികളുടെ വിവാഹകാര്യം നോക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞങ്ങളുടെ ധാർമ്മികതയെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റും ധാർഷ്ട്യവുമാണ്. അടുത്ത വാചകമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. പെൺകുട്ടികളുടെ സാങ്കല്പികമായ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതിലും നമ്മുടെ ആചാരങ്ങളിൽ ഇടപെടുന്നതിലുമാണ് ബ്രിട്ടീഷുകാർ അവരുടെ എല്ലാ അനുകമ്പയും ചെലവഴിക്കുന്നത്. ഒന്ന് നോക്കണേ, അരക്കെട്ട് തകരുന്ന ഒരു കൊച്ചു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദന ഹിന്ദുമതത്തിന് ഒരു പ്രശ്നമല്ല. അതിനെ പെൺകുട്ടിയുടെ സാങ്കല്പിക ദുഃഖങ്ങളായാണ് സവർണ ജാതിക്കാർ കണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് ബ്രിട്ടീഷുകാർക്ക് അന്ന് പരാതിയില്ലായിരുന്നു. കാരണം അതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ അന്നും ഉണ്ടായിരുന്നു,
ഇന്നത്തേക്കാൾ കൂടുതൽ. എന്നാൽ അടുത്ത വാചകങ്ങൾ ഇത്തിരി പ്രശ്നമായി. അതിതാണ്, നമ്മുടെ യഥാർത്ഥ ദുഃഖങ്ങൾ നാം സ്വതന്ത്രമായി പ്രകടിപ്പിക്കണം. നമുക്ക് കലാപം നടത്താൻ കഴിയില്ല, പക്ഷേ കഴിഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളില്ല. ഒന്നുകൂടി പറയാം, ബ്രിട്ടീഷുകാർക്കെതിരെ ഞങ്ങൾക്ക് കലാപം ചെയ്യാൻ കഴിയില്ല, എന്നാൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഞങ്ങളത് തെറ്റാണെന്ന് പറയുകയുമില്ല. എങ്ങനെയുണ്ട്? പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തി എന്ന ഒരു നല്ല കാര്യം ചെയ്തതിന് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്യാൻ ആഹ്വാനം കൊടുത്ത സവർണ ഹിന്ദുവിനെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ബ്രിട്ടീഷുകാർ ഈ ലേഖനത്തെ രാജ്യദ്രോഹമായാണ് കരുതിയത്. രാജ്യദ്രോഹം എന്ന വകുപ്പ് 1870 തന്നെ 124A 1870 തന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നെങ്കിലും അത് ആർക്കെതിരെയും അവർ അതുവരെ പ്രയോഗിച്ചിരുന്നില്ല. അതായത് 8 വർഷം അവിടെ ഇരുന്നു. എന്നാൽ ബംഗോബാസിക്കെതിരെ അവരത് ചെയ്തു. ബംഗോബാസിയുടെ പത്രാധിപരായിരുന്നു ജോഗേന്ദ്ര ചന്ദ്രദാസ്. ആ ബ്രാഹ്മണവാദി അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യദ്രോഹിയായി മാറി. പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ വകുപ്പ് ബ്രിട്ടീഷുകാർ ആദ്യമായി ഉപയോഗിച്ചത് എന്നത് ചരിത്രത്തിലെ ഒരു വലിയ വിരോധാഭാസമായി ഇന്നും അവശേഷിക്കുകയാണ്. ഈ ബംഗോബാസി പത്രത്തിൻ്റെ പുണ്യപ്രവൃത്തി തങ്കലിപികളിൽ അടയാളപ്പെടുത്താനായി ഒരു കോളേജും കൽക്കട്ടയിൽ പിന്നീട് ഉണ്ടായതായി നമ്മൾ കാണാം. ബംഗോബാസി കോളേജ്. എവിടെ നോക്കിയാലും നമ്മൾ ചരിത്രത്തിൽ നീതി എന്ന് പറഞ്ഞ സംഭവം കാണില്ല. അങ്ങനെ ബ്രാഹ്മണർക്കെതിരെ ഫൈറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ വിവാഹം കഴിക്കാനുള്ള പ്രായം 12 മാറ്റി. ഇതോടെ ജാതി ഹിന്ദുക്കൾക്കൊരു കാര്യം മനസ്സിലായി. ബ്രിട്ടീഷുകാർക്കെതിരെ സമാധാന മാർഗം അവലംബിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആക്രമം പുറത്തെടുക്കണം, തീവ്രവാദത്തിലൂടെ അവരെ തകർക്കണം. ഓരോ ബ്രിട്ടീഷുകാരനെയും സ്കെച്ച് ചെയ്ത് കൊല്ലാനായി ഗൂഢാലോചന നടത്തുന്ന ഒരു നിലപാടിലേക്ക് അവരെത്തി. ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ തുടങ്ങി. ആ സമയത്താണ് എല്ലാവിധ ഹൈന്ദവ പാരമ്പര്യവാദത്തെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വേർഡ് ആദ്യമായി ഇന്ത്യയിൽ കോയിൻ ചെയ്യപ്പെടുന്നത്. ആ വേർഡാണ് ഹിന്ദുത്വ. ചന്ദ്രനാഥ് ബസു എന്ന ഒരു സ്റ്റാഞ്ച് ഹിന്ദുവാണ് ആ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹിന്ദു പ്രകൃതി ഇതിഹാസ് എന്ന പുസ്തകത്തിൽ എന്താണ് ചന്ദ്രനാഥ് ബാസു അന്ന് ഉദ്ദേശിച്ച ഹിന്ദുത്വ? ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. ട്രഡീഷണൽ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ, ഓഫൺ കോൺഫ്ലിക്റ്റിംഗ് ബിലീഫ്സ്, റിച്വൽസ്, എ കോൺസെപ്റ്റ് ദാറ്റ് ബ്രിങ്സ് ദം അണ്ടർ വൺ അംബ്രല്ല. അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, പലപ്പോഴും പരസ്പര വിരുദ്ധമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അവയെ ഒരു കുടയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നൊരു കോൺസെപ്റ്റ്, അതാണ് ചന്ദ്രനാഥ ബസു കൊണ്ടുവന്ന ഹിന്ദുത്വ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഹിന്ദുത്വ എന്ന വാക്ക് വരുന്നത് യാദൃശ്ചികമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം പുസ്തകം ഇറങ്ങിയ വർഷം അതാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 12 വയസ്സാക്കി ഉയർത്തിയതിനോടുള്ള പ്രതിഷേധങ്ങളും കലഹങ്ങളും നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ആ വാക്ക് കോയിൻ ചെയ്യപ്പെടുന്നത്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 12 ആക്കിയ ഏജ് ഓഫ് കൺസെൻറ്റ് എന്ന നിയമം 1891 വന്നു. 92 ഹിന്ദുത്വ എന്ന വാക്കും വന്നു. ബ്രിട്ടീഷുകാർക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ ഘനീഭവിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അക്കാലത്ത് 1897 പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിച്ചു. അപ്പോൾ അത് നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ WC റാൻഡ് നിയമിക്കപ്പെട്ടു. അദ്ദേഹം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല വീടുകളിലും കയറി. ബ്രാഹ്മണർ കൈത്തമുണ്ടെന്നും അവിടെ കയറാൻ പാടില്ല എന്നൊന്നും പുള്ളി നോക്കിയില്ല. പ്ലേഗ് പടർന്നു പിടിക്കാതിരിക്കാൻ സ്ത്രീകളടക്കം എല്ലാവരെയും പരിശോധിക്കുക, പുള്ളിയുടെ രീതി അതായിരുന്നു. അവിടുത്തെ ചിൽഭുവൻ ബ്രാഹ്മണർ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അവരിൽപ്പെട്ട 2 ബ്രാഹ്മൺ ബോയ്സ്, ചപ്ലേക്കർ സഹോദരന്മാർ, ഈ റാൻഡിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ അയേഷ്ടിനെയും വെടിവെച്ച് കൊന്നു. ബ്രിട്ടീഷുകാർ അക്രമികളെ ഉടനെ പിടിച്ചു. അവരുടനെ വിചാരണ ചെയ്തു തൂക്കിക്കൊന്നു. എന്നാൽ ബ്രാഹ്മൺസിൻ്റെ ഇടയിൽ ഈ സംഭവം ആവേശം സൃഷ്ടിച്ചു. നിരവധി ഭീകര സംഘടനകൾ മഹാരാഷ്ട്രയിലും ബംഗാളിലും രൂപം കൊണ്ടു. അതിലൊന്നാണ് 1999 സവർക്കർ സഹോദരന്മാർ ഉണ്ടാക്കിയ മിത്രമേള.
ഇത്തരം സംഘടനകളിലൂടെ ബ്രിട്ടീഷുകാരെ അപകടപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നുവെങ്കിലും അവരെ കൊന്നു കൊലവിളിക്കുന്ന കാര്യത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ഒരു സംഘടനയ്ക്കും കഴിഞ്ഞതായി കാണുന്നില്ല. ഇതിനിടയിൽ സവർക്കർ ബ്രദേഴ്സ് അവരുടെ സംഘടനയുടെ പേര് അഭിനവ് ഭാരത് എന്ന് ആക്കി മാറ്റി. കൂടുതൽ ആളുകൾ അതിൽ ചേർന്നു. ആവേശം മൂത്ത് ചേട്ടൻ ഗണേഷ് സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കവിത പ്രസിദ്ധീകരിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്യാനുള്ള ആഹ്വാനമായിരുന്നു അത്. ആ കവിതകളിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മറുപടിയായി ബ്രിട്ടീഷുകാർ ചേട്ടനെ പിടിച്ചു, ജീവപര്യന്തം നാട് കടത്തി. അത് 1908 ജൂൺ 8-നാണ് ആ ശിക്ഷ വിധിച്ചത്. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അഭിനവ് ഭാരത് അതിന് പ്രതികാരം ചെയ്തു. ചേട്ടൻ സവർക്കർക്ക് ശിക്ഷ വിധിച്ച ജഡ്ജി ജാക്സനെ ഒരു 18 വയസ്സുകാരൻ വെടിവെച്ച് കൊന്നു. വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉറവിടം ഇംഗ്ലണ്ട്. ആരാ ഇംഗ്ലണ്ടിൽ നിന്ന് ഈ തോക്കെത്തിച്ചത്? അനിയൻ വിനായക് സവർക്കർ. ഈ കുറ്റത്തിനാണ് സവർക്കർ ആൻഡമാനിൽ പോകുന്നത്, അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല. ഇക്കാലയളവിൽ തന്നെ കേണൽ വില്യം കഴ്സൺ എന്ന ഒരു ബ്രിട്ടീഷുകാരൻ ലണ്ടനിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്നുണ്ട്. മദൻലാൽ ദിഗ്ര എന്ന ആ യുവാവിൻ്റെ പേര്, കൊന്ന ആളുടെ പേര്. ഈ സമയം സവർക്കർ അവിടെ ഉണ്ട്. ദിഗ്രയെയും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് സവർക്കർ തന്നെയാണ്. പിന്നീട് കാലചക്രം വീണ്ടും ഉരുണ്ട് 1948-ലെത്തിയപ്പോഴും സവർക്കർ ആ പണി തന്നെയാണ് ചെയ്തത്. ഗാന്ധിയെ കൊല്ലാനായി ഗോഡ്സെയെ പ്രേരിപ്പിച്ചു എന്ന് കപൂർ കമ്മീഷൻ പറയുന്നു. 1902 തന്നെ മറ്റൊരു വലിയ തീവ്രവാദ ഗ്രൂപ്പ് ബംഗാളിൽ ഉണ്ടാവുന്നുണ്ട്. പേര് അനുശീലൻ സമിതി. ബ്രാഹ്മണരും കായസ്ഥരും കൂടി ചേർന്ന ഒരു കളരിയായിരുന്നു അത്. പുറത്തേക്ക് ശരിക്കും ഒരു ജിംനേഷ്യം സെൻറ്റർ, അകത്ത് തീവ്രവാദ പ്രവർത്തനം. പ്രമദാദ് മിത്ര, സതീഷ് ചന്ദ്ര ബസു, അരവിന്ദ ഘോഷ്, സരളാദേവി, ബാഗാജിദ്ദീൻ, റാഷ് ബിഹാരി ബോസ്, BS മൂഞ്ചെ, KB ഖഡ്ഗവാർ എന്നിവർ. അവർ മാത്രമല്ല, പിന്നീട് കമ്മ്യൂണിസ്റ്റുകളായി മാറിയ ഒരുപാട് ഗൂഢാലോചനക്കാർ എല്ലാം ഈ കളരിയിൽ നിന്ന് തന്നെ വന്നവരായിരുന്നു. അന്നു മുതൽ നടന്ന എല്ലാ ഗൂഢാലോചന കേസുകൾക്ക് പിന്നിലും ബ്രിട്ടീഷുകാരുടെ കൊലകൾക്ക് പിന്നിലും ഈ അനുശീലൻ സമിതി തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ അവിടുന്ന് കോച്ചിങ് കിട്ടിയ ആളുകൾ തന്നെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദ ഗ്രൂപ്പായി നമുക്ക് ഇതിനെ കരുതാം. ഈ ഗ്രൂപ്പ് സംഘടിപ്പിച്ച പ്രധാനപ്പെട്ട ഗൂഢാലോചനയായിരുന്നു ആലിപ്പൂർ ബോംബ് കേസ്. ഇക്കേസിൽപ്പെട്ട് അരവിന്ദ ഘോഷ് ജയിലിൽ പോയി. അവിടെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. അദ്ദേഹം സ്വാമി അരവിന്ദ ഘോഷായി മാറി. പോണ്ടിച്ചേരിയിലെ പുള്ളിയുടെ ആശ്രമം ലോകപ്രസിദ്ധമാണിന്ന്. പിന്നീട് 1912 ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസുണ്ടായി. നിസ്സാര കേസല്ല. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഹാർഡിങ്ങിനെ ഡൽഹിയിൽ വെച്ച് ബോംബ് എറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചതാണ്. റാഷ് ബിഹാരി ബോസായിരുന്നു ഇതിന് പിന്നിൽ. ഈ സംഭവത്തിൽ വൈസ്രോയിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി അറസ്റ്റുകൾ നടക്കുകയും ചിലരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. മറ്റൊരു കേസ് 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻകാരുമായി ചേർന്ന് ബ്രിട്ടീഷുകാരെ തകർക്കാൻ വേണ്ടി നടത്തിയ മറ്റൊരു ഗൂഢാലോചന കേസാണ്. അതൊക്കെ 14-ന് ശേഷമാണ്. 18-ൽ ഒരു കൊള്ളയടിയും നടന്നിട്ടുണ്ട്. സർക്കാർ ഖജനാവ് കൊള്ളയടിക്കലായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ഇമാതിരി തീവ്രവാദം കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്തു ചെയ്തിട്ടും ബ്രിട്ടീഷുകാർ കീഴടങ്ങുന്നില്ല. ബ്രാഹ്മണൻ്റെ ജാതിധർമ്മം പുലരുന്ന ആ മനോഹരമായ പഴയ കാലത്തേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോഴാണ് കുറേ ബ്രാഹ്മൺ ബോയ്സ് കമ്മ്യൂണിസം എന്ന ഒരു സംഭവത്തെപ്പറ്റി കേൾക്കുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അധികാരം പിടിക്കുക എന്ന ആശയം അതവർക്ക് ഇഷ്ടമായി. അവരാ വഴിക്ക് പോയി. MR റോയ്, ആചാര്യ, മുഖർജി എന്നൊക്കെയായിരുന്നു അവരുടെ പേരുകൾ. റഷ്യയിൽ നിന്നും സഹായം വാങ്ങി ബ്രിട്ടീഷുകാരെ തകർക്കാൻ വേണ്ടി താഷ്കൻഡിൽ തമ്പടിച്ച ഒരു ടീമാണ് അവർ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. ആ സമയത്ത് കാഫറുകളുടെ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് പുറപ്പെട്ടു പോകുന്ന കുറേ മുഹാജിറുകൾ ആ വഴി വന്നു. ബ്രിട്ടീഷുകാരുമായി വിശുദ്ധ യുദ്ധത്തിനാണ് പോവുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അവരെ ഈ മാർക്സിസ്റ്റ് ബ്രാഹ്മൺ ബോയ്സ് താഷ്കൻഡിൽ വെച്ച് കണ്ടുമുട്ടുകയും അവരെ പറഞ്ഞ് മാറ്റി അവരുമായി ചേർന്ന് ആദ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. ഇതൊക്കെ നടക്കുന്നതിനും കുറച്ചു മുമ്പാണ് MK ഗാന്ധി ഇന്ത്യയിൽ ലാൻഡ് ചെയ്തത്. പുള്ളി നോക്കുമ്പോൾ കാണുന്നത് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാനായി ബ്രാഹ്മൺ ബോയ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധങ്ങളായ പരിശ്രമങ്ങളാണ്. ചെറിയ ചെറിയ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഒറ്റപ്പെട്ട ചെന്നായകൾ,
പലവിധ ഗൂഢാലോചനകൾ. ഹിന്ദു മഹാസഭ, കോൺഗ്രസ് എന്നൊരു പാർട്ടിയുണ്ട്, ആ പാർട്ടിയെ പോലും ഗംഗാധര തിലകനെ പോലുള്ളവർ ബ്രാഹ്മണ മഹാസഭയാക്കി മാറ്റിയിരിക്കുന്നു. പല സംഘടനകളിലും തോക്കും വാളും ധാരാളമുണ്ട്, പക്ഷെ മനുഷ്യരെ കാണാനില്ല. ഇവിടുത്തെ 30 കോടി മനുഷ്യർ ഈ സംഘടനകളിലൊന്നും അവരില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ബ്രാഹ്മണൻ ക്ഷത്രിയനും മാത്രം ഇറങ്ങിയാലും മതിയോ? അത് പോരാ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവരിൽ ഏറ്റവും സാധാരണക്കാരടക്കം ഇറങ്ങണം. അതിന് നാം അവരിൽ ഒരാളായിത്തീരണം. അതിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? നമ്മുടെ വേഷഭൂഷാദികളും ആചാരങ്ങളുമാണെങ്കിൽ അത് ആദ്യം ഉപേക്ഷിക്കണം. ആദ്യം ഗാന്ധി കോൺഗ്രസിനെ കൊണ്ട് അയിത്തം ഉച്ചാടനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതിൻ്റെ പിന്നിൽ കെ മാധവൻ എന്ന മലയാളി നന്നായി പണിപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പിന്നീട് അദ്ദേഹം തൻ്റെ മേൽവസ്ത്രം ഉപേക്ഷിച്ചു. അങ്ങനെയാണ് നാട്ടിലെ സാധാരണ മനുഷ്യരെ ഗാന്ധി സമരത്തിന് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഗാന്ധി വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഇന്ത്യക്കാർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. അതുവരെ ഉണ്ടായതൊക്കെ വെറും ഹമാസ് സ്റ്റൈൽ തീവ്രവാദം മാത്രമായിരുന്നു. പിഞ്ചു പെൺകുട്ടികളുടെ അരക്കെട്ട് തകർക്കാൻ വേണ്ടി, വിധവകൾ വിവാഹം കഴിക്കുന്നത് തടയാൻ വേണ്ടി, സതി അനുഷ്ഠിക്കാൻ വേണ്ടി, ജാതികൾ തമ്മിലുള്ള വിവാഹങ്ങൾ നിരോധിക്കാൻ വേണ്ടി ചരിത്രത്തെ പുറകോട്ടടിക്കാൻ ശ്രമിച്ച പിന്തിരിപ്പൻ പ്രക്ഷോഭങ്ങൾ, ഇതിനെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പെടുത്തിയാൽ ചരിത്രത്തോട് നീതി പുലർത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പക്ഷേ അതെല്ലാം ഇന്ന് ദൗർഭാഗ്യവശാൽ സ്വാതന്ത്ര്യ സമരങ്ങളാണ്. അതിൽ പങ്കെടുത്തവരെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അവരെ നാം ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. ഇന്ദിരാഗാന്ധി അതിൽ ചില തീവ്രവാദികളുടെ പേരിൽ സ്റ്റാമ്പ് അടിച്ചു. അത് വെറും തറ രാഷ്ട്രീയമായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ചില കോടതികളും അത് ശരിവെച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിൽ നീതിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗാന്ധിയുടെ വരവിന് ശേഷം തീവ്രവാദ മൂവ്മെൻറ്റിന് വല്ലാത്ത ഒരു തിരിച്ചടി ഉണ്ടാകുന്നതാണ് നാം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സന്യാസ്യ തുല്യമായ ജീവിതം തീവ്രവാദികളിൽ പലരെയും കോൺഗ്രസ്സിലേക്ക് എത്തിച്ചു. ഈ സമയത്താണ് 1920 ബാലഗംഗാധര തിലകൻ മരിക്കുന്നത്. ഇന്ത്യയിലെ പാരമ്പര്യവാദത്തിൻ്റെ കഷ്ടകാലമായിരുന്നു അത്. അനുശീലൻ സമിതിയിൽ നിന്ന് പലരും അഹിംസയുടെ പാതയിലേക്ക് വന്നു. ഹിന്ദു മഹാസഭ പണ്ട് തന്നെ കോൺഗ്രസുമായി യോജിച്ചും വിയോജിച്ചുമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കോൺഗ്രസിൻ്റെ യോഗങ്ങൾക്ക് ഹിന്ദു മഹാസഭയുടെ നേതാക്കളും ഹിന്ദു മഹാസഭയുടെ യോഗങ്ങൾക്ക് കോൺഗ്രസിൻ്റെ നേതാക്കളും എത്തിയിരുന്നു. അക്കാലത്ത് അനുശീലൻ സമിതിയിലും കോൺഗ്രസ്സിലും ഹിന്ദു മഹാസഭയിലും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു ചിൽപ്പുവൻ ബ്രാഹ്മണനായിരുന്നു ഡോക്ടർ DS മൂഞ്ചെ. തിലകൻ മരിച്ചപ്പോൾ തന്നെ പുള്ളി കോൺഗ്രസ് വിട്ടു. ഒരു MBBS ഡോക്ടറായിരുന്ന അദ്ദേഹം ജോലി ഉപേക്ഷിച്ചാണ് ഹിന്ദു മഹാസഭയിലേക്കും കോൺഗ്രസ്സിലേക്കും വന്നിരുന്നത്. ഗാന്ധിയുടെ 2 ആശയങ്ങളെയും അദ്ദേഹം വെറുത്തു. ഒന്ന് അഹിംസ, 2 മതേതരത്വം. മൂഞ്ചയ്ക്ക് പ്രായം കുറഞ്ഞ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ പയ്യന് 10 വയസ്സുള്ളപ്പോൾ തന്നെ, അത് 1902 പ്ലാഗിൽ മാതാപിതാക്കളൊക്കെ മരിച്ചു പോയിരുന്നു. പിന്നീടൊരു സഹോദരൻ്റെ സംരക്ഷണയിലാണ് ആ പയ്യൻ വളർന്നു വന്നിരുന്നത്. ആ കുട്ടിക്ക് ഒരു പാട്രനും പിതൃതുല്യനുമായി ഡോക്ടർ മൂഞ്ചെ മാറി. മൂഞ്ചയിൽ നിന്നുള്ള ഈ ഇൻസ്പിറേഷൻ മൂലം തൻ്റെ 19ാമത്തെ വയസ്സിൽ ആ പയ്യൻ വന്ദേമാതരം പാടി സ്കൂളിൽ നിന്ന് പുറത്തായി. പിന്നീട് ആ ചെറുപ്പക്കാരനെ മൂഞ്ചയെ കൽക്കത്തയിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഡോക്ടറാക്കി. അവിടെ വെച്ചാണ് അനുശീലൻ സമിതിയിലേക്ക് ആ ചെറുപ്പക്കാരൻ ഡോക്ടർ കാലെടുത്ത് വയ്ക്കുന്നത്. ഗാന്ധി പറയുന്ന മതസൗഹാർദ്ദമായിരുന്നില്ല മൂഞ്ചയുടെ ആശയം, അത് ഹിന്ദുത്വ ആയിരുന്നു. ആര്യൻസിൻ്റെ പിതൃഭൂമി, പുണ്യഭൂമി എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളും അതൊക്കെ പേറി നടക്കുന്ന മൂഞ്ചയ്ക്ക് ഗാന്ധിക്ക് കിട്ടുന്ന സ്വീകാര്യത സ്വാഭാവികമായും അസ്വസ്ഥത ഉണ്ടാക്കുമല്ലോ. ഇങ്ങനെ പോയാൽ സ്വാതന്ത്ര്യം കിട്ടിയാൽ തന്നെ അത് ബ്രാഹ്മണൻ ലഭിക്കില്ലെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ആര്യന്മാർക്ക് ശത്രുക്കൾ വർദ്ധിച്ചിരിക്കുന്നു. ആദ്യം അത് തങ്ങളുടെ മതാചാരങ്ങളെ വിലവയ്ക്കാത്ത ബ്രിട്ടീഷുകാരായിരുന്നു. ഇപ്പോഴിതാ കോൺഗ്രസും. മതേതരത്വവും മതസൗഹാർദ്ദവും മതപരിഷ്കരണമൊക്കെ വിദേശ ആശയങ്ങളാണ്. ആര്യഹിന്ദുവിന് അതിനേക്കാൾ മികച്ച സംസ്കാരമുണ്ട്, വർണ്ണവ്യവസ്ഥയുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിന് ഹിന്ദു ഉണർന്നേ പറ്റൂ. മൂഞ്ചയുടെ ഈ മനോഗതി ഡോക്ടറായ വത്സല ശിഷ്യൻ അറിഞ്ഞു, ശിരസാവഹിച്ചു. ആ ഡോക്ടർ 1925 സെപ്റ്റംബർ 27 ആകാൻ വേണ്ടി നാഗ്പൂരിലെ
മൊഹിദവാദ എന്ന സ്ഥലത്ത് കാത്തിരുന്നു. അന്നായിരുന്നു ആ വർഷത്തെ വിജയദശമി ദിവസം. അന്ന് അവിടെ വെച്ച് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു. ഇനിയിപ്പോൾ ആ ഡോക്ടർ ശിഷ്യൻ്റെ പേര് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ, ഡോക്ടർ കേശവ് ബലിറാം ഖഡ്ഗവാർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, RSS ഉണ്ടായി 100 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, 100 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. RSSലേക്ക് എത്തിച്ചേർന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. RSS ഉണ്ടാകാൻ വേണ്ടി അതിനു മുമ്പുണ്ടായ സംഭവങ്ങൾ, 1829 സതി നിരോധനം തൊട്ടുള്ളത്. ഇതിൽ പരാമർശിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അത് നടന്നിട്ടില്ലെന്നോ ഞാനത് വെറുതെ തള്ളിമറിക്കുന്നതാണെന്നോ തോന്നുന്നവർക്ക് ഗൂഗിൾ ചെയ്തോ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചോ വിഷയങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.